ഓക്കെ ഗൈസ്, അപ്പോൾ എൻ്റെ പോവെത്തി. അപ്പോൾ ഞാൻ ഈ എല്ലാം പ്രൊഡക്ട്സ് മീഷോന്ന് ഓർഡർ ചെയ്ത്. അപ്പോൾ ഇതിന് ഞാൻ എന്താ ഇൻഡിക്കേറ്റർ വിളിക്കാം. കണ്ട് ഈ ഐറ്റം കണ്ട് ഇത് ഇങ്ങനെ ഒരു റബ്ബർ ബാൻഡ് വെച്ചിട്ട് ഇതിലൊരു ഹാഫ് ഉണ്ടാവും, അതിൽ വെക്കാം. അപ്പോൾ ഇങ്ങനെയാണ് വെച്ചാൽ ഇതാണ് ഐറ്റം. നിങ്ങൾക്ക് കാണുന്നുണ്ടോ അറിയില്ല. അപ്പോൾ എന്താ ഇവിടെ ഒരു ബട്ടൺ ഉണ്ടാവും, ലോങ് പ്രസ് അടിക്കണം കറണ്ട്. അപ്പോൾ ആണെങ്കിൽ ഇങ്ങനത്തെ ഒരു ലൈറ്റ് വരും. അതിൽ 3 എഫക്ട്സ് ഉണ്ട്. ഈ എഫക്റ്റും ഉണ്ട്, ഇതും ഉണ്ട്, പിന്നെ ഇതുമുണ്ട്. പിന്നെ ഓഫാക്കണമെങ്കിൽ അതുപോലെ ലോങ് പ്രസ് ചെയ്യുക, ഇനി ഇത് ഓഫ് ആവും. ഓക്കെ ഗൈസ്, ഇനി നമുക്ക് ഐഷുവിനെ പോലും കാണാം. നിങ്ങൾ കണ്ടില്ലേ ഇത് ഇൻഡിക്കേറ്റർ? സോ ഞങ്ങൾക്ക് ഇപ്പോൾ ഇൻഡിക്കേറ്റർ ഓൺ ചെയ്യാം. ഇതാണ് എൻ്റെ ഫേവറേറ്റ്. സോ നെക്സ്റ്റ് ആണ് ഇത് ലൈറ്റ്. ഇതാണ് റെഡിക്കത്തെ ലൈറ്റ്. റെഡിക്കത്തെ ലൈറ്റ് പറഞ്ഞാൽ ഇലക്ട്രിക് ഹോൺ ഉണ്ട്, പിന്നെ എന്താ ലൈറ്റുമുണ്ട്. സോ ഇവിടെ 2 ബട്ടൺസ് ഉണ്ട്. അതിൽ ഇത് ലൈറ്റ്, ഇത് ഹോണ്. ഈ ലൈറ്റ് ഉണ്ട് ഫസ്റ്റത്തെ. ആ ഫസ്റ്റത്തെ ലൈറ്റ് ഉപകാരമുണ്ട്, പക്ഷെ ചിലറിൻ്റെ മേത്ത് തട്ടും കണ്ണിമല്. അപ്പോൾ ഒരു പ്രശ്നമാവും. അപ്പോൾ ഒന്നുകൂടി ക്ലിക്ക് ചെയ്താൽ താഴോട്ട് വരും. അപ്പോൾ പിന്നെ കുഴപ്പമില്ല. പിന്നെ 3ാമത്തെ ഇങ്ങനെ, പിന്നെ ഓഫാവും. പിന്നെ നിങ്ങൾക്ക് പി ഇല്ലെങ്കിൽ ഹോൺ ഇല്ലെങ്കിൽ പിന്നെ ഇത് ക്ലിക്ക് ചെയ്താൽ മതി. ഇതിൽ പലതരങ്ങൾ ഹോണുണ്ട്. ഈ ഹോൺ മാറ്റണമെങ്കിൽ കുറേ നേരം നിൽക്കാൻ മതി, അപ്പോൾ വേറെ സൗണ്ട് വരും. ഓക്കെ, സോ നമ്മുടെ സൈക്കിളിൽ അങ്ങനെ പോയ കാര്യമില്ല. പക്ഷേ ഈ ലൈറ്റ് ഉണ്ടില്ലേ, നിങ്ങളിപ്പോൾ ഇത് കണ്ടില്ലേ, ഈ 2 ലൈറ്റ്. പക്ഷെ നിങ്ങൾ കണ്ടോ ഈ താഴെ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ? ഈ ലൈറ്റല്ല കേട്ടോ, ഈ ലൈറ്റല്ല, ഇത് വെറുതെ അവിടെ വെച്ചതാ. ഈ കാണുന്ന ലൈറ്റ് ഇതാണ് റീഫ്ലക്റ്റർ. നീ കണ്ടിന്യൂ ആയിട്ട് പറഞ്ഞോളൂ. സോ റീഫ്ലക്റ്റർ പറഞ്ഞാൽ ഞങ്ങളങ്ങനെ വിളിക്കുന്നതാണ്. ടയർ മേലെ ഒരു ലൈറ്റ് വരും. ഇപ്പോൾ ലൈറ്റ് ഉണ്ടാവും. നിങ്ങൾ വിശ്വസിക്കുന്നില്ല, എന്നാൽ കാണിച്ചു തരാം. ഇപ്പോൾ ലൈറ്റ് വരില്ല, പക്ഷേ ഇത് അനങ്ങുമ്പോൾ ലൈറ്റ് വരും. വിശ്വാസമില്ലെങ്കിൽ കാണിച്ചു തരാം. നിങ്ങൾക്ക് ടയറിൽ കാറ്റടിക്കണ്ടെങ്കിൽ നിങ്ങൾ അത് ഊരിയാൽ മതി പെട്ടെന്ന്. അപ്പോൾ നിങ്ങൾ കാറ്റടിക്കാം. ഇനി പിന്നെ ഒന്നുകൂടി യൂസ് ചെയ്യാം. ബാറ്ററി ഒന്നും ആവശ്യമില്ല അതിന്. പക്ഷേ ഇതിൽ ബാറ്ററി ഉണ്ട്, അത് ഊരാൻ പാടില്ല. നിങ്ങളുടെ അച്ഛന്മാർ അല്ലെങ്കിൽ ഇപ്പന്മാർ സൈക്കിൾ എക്സ്പേർട്ട് ആണെങ്കിൽ അവരോട് ചോദിക്കുക എങ്ങനെയാണ് റീഫ്ലക്റ്റർ വർക്ക് ആവുക. ഓക്കെ സോ ഗൈസ്, ലെറ്റ്സ് കണ്ടിന്യൂ. ഓക്കെ ഗൈസ്, അപ്പോൾ ഞാൻ വെറുതെ എൻ്റെ ലൈറ്റ് ഓൺ ആക്കി കേട്ടോ. അപ്പോൾ ലാസ്റ്റ് ലൈറ്റ് താഴെ ഉണ്ട്. അപ്പോൾ ഇനി കാണിച്ചു തരില്ല. ഇനി ഐഷു ടെസ്റ്റ് ചെയ്ത് കാണിച്ചു തരും കേട്ടോ. കാണിച്ചു തരാം മാജിക്ക്. പക്ഷെ ഐഷുവിൻ്റെ അത്യാവശ്യം ലൈറ്റ് വരില്ല. ഓക്കെ ഐഷു, നീ കാണിച്ചു തരും. ഇതാണ് ലാസ്റ്റ്. ഓക്കെ ഗൈസ്, സോ ലെറ്റ്സ് സ്റ്റാർട്ട്. അവൾ കയറട്ടെ. ഓക്കെ ഗൈസ്, അപ്പോൾ ഞാൻ സോറി കേട്ടോ, ഞാൻ ക്യാമറയുടെ അടുത്ത് പോയിട്ട് ലൈറ്റ് ഇട്ടത്, അതുകൊണ്ടാണ് ഈ ക്യാമറയിൽ. ഓക്കെ ഗൈസ്, അപ്പോൾ ഐഷു ഓടിച്ച് കാണിച്ചു തരൂ. ആ വണ്ടി തട്ടല്ലേ, അവരുടെ വണ്ടി. ഇപ്പോഴാണ് ഞങ്ങൾ ടെസ്റ്റ് ഔട്ട് ചെയ്തത്. ഓക്കെ ഗൈസ്, ഒരാൾ വരുന്നുണ്ട്, നമുക്ക് പോസ് ചെയ്യാം. ഓക്കെ ഗൈസ്, അത് ഐഷുവിൻ്റെ പാപ്പയാണ് കേട്ടോ അത് പോയത്. ഓക്കെ ലെറ്റ്സ് കണ്ടിന്യൂ. Ready, 1 2 3 start. ഇതാണ് മാജിക്. ഈ ടയർ കണ്ടോ എന്താ ലൈറ്റ് എത്തണത്? ആ മുമ്പിലത്ത് കത്തൂല. ഇനി ഞാൻ ദൂരത്ത് കാണിച്ചാലോ? ആ നല്ല രസമാണ് കേട്ടോ ഗൈസ്. ഇനി നമുക്ക് എൻ്റെ പോലെ പോവാലോ? നോക്കണേ, ഇതാണ് ഉള്ളു സൈക്കിള്. സോ അപ്പൊ ഞാൻ ഇങ്ങനെയാണ് കേറി, ഇങ്ങനെ സോ ലൈറ്റ് ടെസ്റ്റ് ചെയ്യാം. ലൈറ്റ് ഓക്കെ, ഇപ്പൊ നോക്ക്. നോക്കി ഇതാണ് നല്ല റിസൾട്ടിലുള്ള മാജിക്. സ്കൂട്ടി വരണ പോലെ ഉണ്ട്, പക്ഷെ സ്കൂട്ടി അല്ല. സോ ലൈറ്റ് വന്നു ടയറിൽ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളത് ഓർഡർ ചെയ്യാം. അത് ലോ പ്രൈസിലാണ്, കുഴപ്പമില്ല. So if you enjoyed this video, like and subscribe. Bye.